ഈ ഓണത്തിൽ സന്തോഷം നിറയട്ടെ ചാക്സൺ പ്രഷർ കുക്കറിനൊപ്പം 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. 4 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ഓരോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോഴും ഒരു 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത ഐറ്റം, അതായത് അടുത്ത സ്കിറ്റ് അവതരിപ്പിക്കാനായി വരുന്ന ഒരു കിഡിലൻ കോംബോ ആണ്. ഈ 3 പേര് ഫസ്റ്റ് ടൈം ആണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു കൈഡി നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്വന്തം ശ്യാം ചേട്ടൻ, ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് ഏട്ടൻ, ഒപ്പം നമ്മുടെ പത്തനംതിട്ട ടീം പത്തനംതിട്ടയിലെ ഹരിച്ചേട്ടനും. അടിപൊളിയല്ലേ? വേറെ ചേട്ടാ എന്റെ എത്രയായി? സാറ് എന്തൊക്കെയായിരുന്നു കഴിച്ചേ? ഞാൻ 2 ഉഴുന്നുവട, ഒരു കട്ടൻ ചായ. കട്ടൻ ചായ, ബ്ലാക്ക് ടീ. കറുത്ത അത് പിന്നെ ഒരു കേക്ക്, ഒരു വെട്ട് കേക്ക്, ഒരു കട്ട്ലേറ്റ് അല്ലേ? കട്ട്ലേറ്റ്. വിട്ടേക്കല്ല, കട്ട്ലേറ്റ് ആയിരുന്നു ചേട്ടാ. കട്ട്ലേറ്റ് കളർ ഏതാണോ? അല്ല, കട്ട്ലേറ്റ് അല്ലായിരുന്നോ കഴിച്ചു? കട്ട്ലേറ്റ്. വിട്ടേക്കല്ല, കട്ട്ലേറ്റ് ആയിരുന്നു കഴിച്ചു. കട്ട്ലേറ്റ് നമ്മള് ശ്രദ്ധിച്ചില്ല, വിശപ്പായണ്ടേ. ഓക്കെ, 280. സോറി 380. സാറിന്റെ എത്ര പൈസയോ? 380 സാറിന്റെ. അല്ല, ഞാൻ അതിൽ അങ്ങനെ മനസ്സിലാകുന്നില്ല. സാറേ 2 വട അല്ലേ? ബ്ലാക്ക് ടീ. 2 എവിടാന്ന്? ഇവിടാ 2 എവിടാന്നാ ചോദിച്ചേ? 2 എവിടെ നിന്നല്ല, 2 വട. 2 വട. 2 വട. 2 വട അല്ലേ സാർ? 2 വട, ഒരു ബ്ലാക്ക് ടീ, ഒരു കട്ട്ലേറ്റ്, ഒരു കട്ട്ലേറ്റ്. അത് തന്നെ 380. ചേട്ടാ എനിക്ക് ഞാൻ ഇവിടുത്തെ അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ കേക്ക വല്ല വന്ന ഞാൻ തിന്നേ. അല്ലല്ല, പിന്നെ അത്രയും വില എന്തോ? അല്ല, ഇവിടെ വിലയുണ്ട് ചേട്ടാ. എന്തോ എനിക്ക് മനസ്സിലായില്ല. എന്തോ നമ്മൾ ഇത് ഹോട്ടൽ, അതുപോലത്തെ ഹോട്ടലല്ലേ? ഹോട്ടലായാലും ഭക്ഷണം അത് തന്നെ അല്ലയോ? ഞങ്ങള് സെസ് കൊടുക്കണ്ട ചേട്ടാ. നിങ്ങൾ ചെസ് കളിക്കുകയോ ക്യാരംസ് കളിക്കുകയോ എന്ന് വേണേലും ചെയ്തോ. ഞാൻ ചോദിക്കുന്നത് എനിക്കൊക്കെ ഞാനിപ്പോ ഈ 350 രൂപ എന്തിന്റെയാ? ചേട്ടാ, നമ്മളിവിടെ സെസ് ടാക്സ് കൊടുക്കണം ചേട്ടാ. ആര് കൊടുക്കണം? ഞങ്ങള് ഭക്ഷണം നിങ്ങൾക്ക് തരില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങള് ഇത് സർക്കാരിന് ടാക്സ് കൊടുക്കണം. ഞാൻ കഴിച്ചേന്റെയോ? എന്നിട്ട് വീട്ടിൽ ഞാൻ സ്ഥിരം കഴിക്കുന്നുണ്ട്, അവിടെ ആരും ടാക്സോ ഒരു കുന്തോ ഇല്ല അവിടെ. അതല്ല ചേട്ടാ. പിന്നെ ചേട്ടാ, നമ്മുടെ ഹോട്ടൽ ഇത്രയും വലുതായതുകൊണ്ട് ഞങ്ങൾ സർക്കാരിന് ടാക്സ് കൊടുത്തേ പറ്റൂ. കൊടുത്തോ? പ്രശ്നം. അപ്പൊ ചേട്ടൻ കഴിക്കുന്നതിനകത്ത് ഈ ടാക്സ് കൊണ്ട് വരും. അല്ല, എന്നാ അത് പറയണ്ടായിരുന്നോ? അല്ല, ഞാൻ ചേട്ടന് ആദ്യം മെനു കൊണ്ട് തന്നല്ലേ. കൊള്ളാം. ഇത്രയും കഴിച്ചപ്പോ ഈ പൈസ ഞാൻ മെനു കൂടെ തിന്നായിരുന്നല്ലോ. ചേട്ടൻ, മെനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരുന്ന ഭക്ഷണം ഇല്ലേ, ആ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു കാർഡാണ്. അതിനകത്ത് വില വിവരപ്പെട്ടി എല്ലാം ഉണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. അതിനകത്ത് നോക്കി കഴിച്ചായിരുന്നു ഇത് സംഭവിക്കില്ലായിരുന്നു. 380 ആയി. അത് നടക്കുന്ന കേസല്ലേ. അത് ഒന്നാമത് എനിക്ക് അന്ന് സാമ്പത്തിക പ്രശ്നം ഉണ്ട്. ഇത് കണ്ടോ, ഈ കയറ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? കയറ് വന്നപ്പോ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കയറ് കണ്ടിട്ട് എല്ലാം മനസ്സിലായോ? ഒന്നും കയറ് കണ്ടിട്ട് എന്തോ മനസ്സിലാവാനാ ചേട്ടാ. ചേട്ടൻ വന്നു, ഭക്ഷണം കഴിച്ചു, പൈസ തരിക, പോവാതേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാ സത്യമായിട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇപ്പൊ എന്റെ പൈസ ഇല്ല. ഞാൻ ഇതൊക്കെ ചോദിച്ചതേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ എന്തേലും ഒന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാന്ന് കരുതി. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ചേട്ടനാണോ ഈ കഴിച്ചിട്ടൊക്കെ പോകാൻ പോകുന്നത്? തൂങ്ങി ചത്ത് കിടക്കുമല്ലയോ? അപ്പൊ നമ്മൾ എത്ര നേരം കിടക്കേണ്ട വരും? ഒന്നത്. രണ്ടാമത് പിന്നെ പോലീസ് വന്ന് മതശ്രദ്ധി കേസെല്ലാം എഴുതുമ്പോ 2-3 മണിക്കൂർ പോമോ. പിന്നെ ഇതുകൊണ്ട് അവിടെ ആശുപത്രി കൊണ്ടുപോകും, പോസ്റ്റ്മോർട്ടം. അവിടെ എല്ലാം വിശന്നാ ഞാൻ ഈ ഇരിക്കുന്ന ഓർത്തോണം. ഒന്നാമത് ഷുഗർ ഉണ്ട്, രണ്ടാമത് പ്രഷറും ഉണ്ടോ? അല്ല, പ്രഷർ അസുഖമല്ല, വീട്ടിൽ നിന്നുള്ളൊരു പ്രഷറാ. പണിക്ക് പോ, ജോലിക്ക് ആ ഒരു പ്രഷർ. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വിശന്നിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ ആത്മഹത്യക്ക് തുടങ്ങിയത്. ചേട്ടാ, എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? കുക്കനുണ്ട് ഇവിടെ ചേട്ടാ. ഇവിടെ ആത്മഹത്യ. പിന്നെ ഞാൻ എവിടെ ചെയ്യുന്നു പറ. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഇതൊന്നും ഒരു പലഹാരമല്ല. അത് പറ. അപ്പൊ ഞാൻ ഈ കഴിച്ചൊന്നും ഒരു പലഹാരമല്ല. അതല്ല, ഈ ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കൂടെ തെറ്റിക്കല്ലേ ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ചേട്ടൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൈസ തന്നിട്ട് പോകും. എന്റെ പണികളല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. എനിക്ക് ചേട്ടാ, സാമ്പത്തികത്തിന് ചേട്ടാ പണിക്ക് പോണം. അതെന്താ വർത്താനം പറയുന്നത്? പണിക്ക് പോകാനോ? ഞാനോ? ഞാൻ ചോദിക്കട്ടെ, പണിക്ക് പോയാലേ സാമ്പത്തികം ഉള്ളോ? സാമ്പത്തികമൊക്കെ പണിക്ക് പോകാനേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയാണ്. അദാനി പണിക്ക് പോകുന്നുണ്ടോ? അംബാനി പണിക്ക് പോകുന്നുണ്ടോ? അവർക്കെല്ലാം പൈസ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊരു നിയമം, എനിക്കൊരു നിയമം. അതൊന്നും ശരിയായ നടപടിയല്ല. ഇതൊക്കെ നടക്കും, കേരളത്തിൽ നടക്കും. ചേട്ടാ പൈസ തന്നിട്ട് പോ ചേട്ടാ. ചില അലമ്പുണ്ടാക്കല്ലേ ചേട്ടാ. ആദ്യം ചേട്ടൻ ഒരു പണിക്ക് പോകും. പണിക്ക് പറ്റത്തില്ല. നിങ്ങൾ കിട്ടും ചേട്ടാ. എവിടെയെങ്കിലും പണി. അതെനിക്ക് ഉറപ്പാ. കിട്ടിയല്ലോ. പണി കിട്ടുന്നുണ്ടോ?
കിട്ടി അതല്ലേ ഞാനിപ്പോ ഇതിനെ തുടങ്ങുന്നത്. ഇതിന്റെ അറ്റ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ചേട്ടൻ എവിടെന്നെങ്കിലും പണി ഞാൻ സംഘടിപ്പിച്ച് തന്നാ പോവോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് വൈകി നിങ്ങൾ ചേട്ടൻ ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്താല് ഞങ്ങൾക്കാണ് പ്രശ്നം. എന്റെ മുതലാളി വന്നാൽ അതിലും വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ ഇവിടെ ഒന്ന് തൂങ്ങും ചാത്ത എന്താ പ്രശ്നം? ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ എന്താ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് ചേട്ടന്റെ പ്രശ്നം. സാമ്പത്തിക പ്രശ്നം. ചേട്ടന് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഉണ്ട്. ഉറപ്പാണ്. ഉണ്ട്. അപ്പൊ സാമ്പത്തികം കിട്ടിയാൽ ഓക്കെ. ഞാനൊരു കാര്യം പറയാം, നടക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ മുതലാളി ഒരു ദാനശീലനാ. ആർക്കും എന്തും വാരി കോരി കൊടുക്കുന്ന ഒരു മനുഷ്യനാ. അപ്പൊ പുള്ളിയോട് പറഞ്ഞാൽ ഇവിടെ ഒരു ജോലി സംഘടിപ്പിച്ചു തരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു. ഇവിടെ പറ്റത്തില്ല. ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കാരണം അത് ഒരാളെ കീഴി ഞാൻ ജോലി ചെയ്യുക, അത് പറ്റത്തില്ല. അതല്ല ചേട്ടനൊന്ന് പണിയെടുക്കേ എവിടെങ്കിലും. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. ഒരു കാര്യം ചേട്ടൻ ചെയ്യേ, നിങ്ങൾ ആ മുതലാളി ഒന്ന് വിളിക്കാവോ? മുതലാളി വിളിക്കാം. എവിടെ അങ്ങനെ ചുമ്മാ ചാടി കയറി പണിക്ക് വന്നേക്കൂ. പണിക്ക് വന്ന് പറഞ്ഞാൽ മതി. ചേട്ടാ പൈസ തന്നിട്ട് പോ ചേട്ടാ. ചേട്ടൻ കളിക്കാതെ. പൈസ ഞാൻ എൻ്റെ ഇല്ലെന്ന പൈസ. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. 100 കൂട്ടം കാര്യങ്ങളോ? ഒരു കാര്യം ചേട്ടൻ ചെയ്യേ, ബാക്കി 99 നിങ്ങൾ ചെയ്യുവോ? അതല്ല ചേട്ടൻ പൈസ തന്നിട്ട് പോ ചേട്ടാ, അതാ ഞാൻ പറഞ്ഞേ. പൈസ എന്റെ പൈസ അല്ലേ. നിങ്ങൾ എന്നാ മുതലാളികളെ ഇതിന്റെ ഒരറ്റ എവിടെ കിട്ടുന്ന ഒന്ന് പറയണേ. ചേട്ടാ ഇത് ഊര് ചേട്ടാ. ഓ അത് ശരിയാകത്തില്ല. അഥവാ നീ അതൊത്തില്ല ചെയ്യണ്ടേ. ഓരോ ആവശ്യം തിരിക്കുമ്പോഴാണ്. ഹലോ എവിടെ എത്തി? ഇവിടെ എത്തി. അവിടെ തീയോ? ഫയർഫോഴ്സിനെ വിളിക്ക്. ഞാനിവിടെ തീ എത്തിയോ? ഇങ്ങോട്ട് വാ. മുതലാളി വരുന്നുണ്ട്. ഞാൻ കാര്യം പറയാം, എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് എന്താന്ന് മനസ്സിലാക്കി. കഷ്ടമായി പോയി കേട്ടോ. എന്നാ പറ്റി? ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോഴേ ഒരു പാവടെ ഒരു പട്ടിയുടെ കാലെ കയറ്റി നിർത്തിയോ. കുഴപ്പമില്ല. ഞാനേ കുറച്ച് പൈസ എടുത്ത് ഞാൻ ആ പട്ടിയുടെ വായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പട്ടിയുടെ വായി വെച്ച് പൈസ കൊടുത്തിട്ടുണ്ടോ? പിന്നെ പട്ടിക്ക് പോക്കറ്റുണ്ടോ? പോക്കറ്റ് വെച്ച് കൊടുക്കാൻ എത്തിയാനേ. അല്ല കുഴപ്പമില്ല, ആശുപത്രി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പോകുമായിരിക്കും, എന്തോ ചെയ്യാനെന്ന് പറ. അത് കണ്ടോ? പിന്നെ പട്ടി പുള്ളി ആത്മഹത്യ ചെയ്യാൻ ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്താ നമ്മളെ ഹോട്ടലിൽ അത് പ്രശ്നമാണ്. നമുക്ക് മൊത്തം നാണക്കേടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യണം. എനിക്ക് നാണക്കേടാവൻ. അതല്ല, അവൻ ഭക്ഷണം കഴിച്ചു, തരാൻ പൈസ ഇല്ല കയ്യില്. പൈസ ഇല്ലാത്തവനാക്കി ഇവിടെ കയറ്റി ഭക്ഷണം കൊടുക്കണം. ആരും ഞാൻ കൊടുത്തല്ലോ. അവൻ വന്ന് കഴിച്ചിട്ട് പൈസ ഇല്ലെന്ന് പറയല്ലേ. എന്തോ ഇപ്പൊ പുള്ളി പറയുന്നത്. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പൈസ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. പൈസ ഇല്ല. ആത്മഹത്യ എന്ന് പറഞ്ഞ സാമ്പത്തിക പ്രശ്നം. ചിലപ്പോ എന്താണെന്നറിയാമോടാ, അവൻ എന്തെങ്കിലും ജോലി ചെയ്യാണ്ട് ചിലപ്പം കിട്ടണ്ടേ. അതാ ജോലിയല്ല, അവൻ രാവിലെ ഒന്ന് പായ നിന്നിച്ച് കിട്ടണ്ടേ. അതായിരിക്കും അവൻ ജോലിക്ക് പോകാത്തെ. അതായിരിക്കും. അതായത് ഒന്ന് ഞാൻ ചോദിക്കട്ടെ പുള്ളി ഉടനെ. ഹലോ സുഹൃത്തേ, ഈ സൈക്കിൾ ചൊക്കാരെ പുള്ളിക്കാരൻ ഒന്ന് എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ യഥാർത്ഥത്തിൽ? ഇത് മേളിൽ കെട്ടാൻ സമ്മതിക്കത്തില്ല. അതാണോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം? അത് സാമ്പത്തിക പ്രശ്നം. എനിക്ക് പറ്റുന്നില്ല. പൈസ ഇല്ല. ജോലിയില്ല. ഞാൻ ഒരു കാര്യം, ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ജോലി ഇവിടെ സെറ്റ് ചെയ്യട്ടെ. വേണ്ട, അന്നേരം പിന്നെ നിങ്ങളുടെ കീഴിലായി പോയി ഞാൻ. എന്തോ കഷ്ടമാണ്. പറ്റത്തില്ല എനിക്ക്. എന്നാ പിന്നെ ഞാൻ എന്തോ ചെയ്തു തരണം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെ ഇത് മേളിൽ ഒരു അറ്റം കെട്ടി. അല്ല അങ്ങനെ ചെയ്യരുത്. അതിപ്പോ ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന വേറെ പ്രശ്നം ഉണ്ടാവും. ആത്മഹത്യ ചെയ്താൽ ഒന്നാമത്തെ കാര്യം ആത്മാവ് മുകളിലേക്ക് പോകില്ല. അതെ. പിന്നെ എവിടെ പോകും? നടുക്ക് നിൽക്കും. അപ്പൊ പിന്നെ എനിക്ക് അവിടുന്ന് ബാക്കി പിടിച്ചു കയറ്റിയാ പോരെ. ഇതാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ ഈ ആത്മഹത്യ നമുക്കൊന്നും പരിഹാരമില്ല. അല്ല ഒറ്റ ചെറിയൊരു മോട്ടിവേഷൻ. അതായത് ഈ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് വളരെയധികം കഷ്ടപ്പെട്ട. ഞാൻ ആരുമല്ലായിരുന്നു. വളരെ നിസ്സാരപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. അവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ ജോലികൾ ചെയ്താൽ ഞാൻ ഇതെല്ലാം സംബന്ധിച്ച. അതുകൊണ്ട് ജോലി ചെയ്യാൻ മനസ്സുണ്ടോ? ജോലി ചെയ്യാൻ മനസ്സ്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യത്തില്ല. ഇവിടെ ചെയ്യത്തില്ല. എന്താണെന്നറിയാമോ, ചിലർക്ക് അങ്ങനെ. കാരണം സ്വയം തൊഴിൽ ചെയ്യണം. ഒരാളെ കീഴി പണിയെടുക്കുന്ന ഇഷ്ടമല്ല. സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യണം. ഒരു കാര്യം ചോദിച്ചാൽ ചെറുപ്പക്കാരൻ്റെ ജീവിത പ്രശ്നമല്ലേ, നമുക്ക് വേണ്ട പരിഹാരമുണ്ട്. നമുക്ക് ഇന്ന് എത്ര ഉണ്ട് കളക്ഷൻ? എത്ര ഉണ്ട് നോക്കട്ടെ. രാവിലെ ഇപ്പൊ എത്ര കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ ചെയ്യും. ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ ചെയ്യുന്നു. ഞാൻ അങ്ങനെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ ചെയ്യാതെ വിടത്തില്ല. ആണോ? എന്തെങ്കിലും എത്ര ഉണ്ട്? നമുക്കിപ്പോ എത്ര കിട്ടും? 1 2 3 ഉണ്ട്. മൂന്നുണ്ടോ? കൊച്ചേ ആ കയറങ്ങാൻ പറ്റിക്കേ. അവിടെ വെച്ചോ. ഈ 3 ലക്ഷം രൂപ കൊണ്ട് പിടിക്കുക. എന്നിട്ട് അന്തസ്സായിട്ട് എവിടെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുക. അത് നിങ്ങളെ പ്രശ്നം ഒഴിവായി കിട്ടും. മനസ്സിലായോ? അപ്പോഴും അത് ഊരത്തില്ല ഇനി കരുത്തേന്ന്. ഒരു മിനിറ്റ്, ഒന്ന് മൂത്രം വെച്ചിട്ട് ഇനി അതിന്റെ അടയ്ക്കോ? ഇല്ല, പൈസ കൊടുക്കട്ടെ, ഞാനിപ്പോ വരാം. വേണ്ട, ഞാനിത് പിടിക്കുവേ. അല്ലല്ല, അങ്ങനെ അങ്ങ് ചിലപ്പോഴേ നമ്മളെ കൺവെട്ടിച്ച് പോയി കളഞ്ഞാൽ. സാർ തന്നല്ലോ, പൈസ തന്നല്ലോ, പിന്നെന്തിനായി കിടന്നിട്ട്? അല്ല, ഞാൻ വരാം. ഇപ്പൊ വരാം. ഇപ്പൊ മൂത്രം ഒഴിച്ചോട്ടെ. ഇതെന്താ ഇവന്റെ ബുദ്ധിയല്ല എന്റെ. ചിലപ്പോ പൈസ കൊടുത്താൽ ഇവൻ തീരുമാനിച്ചിറങ്ങിയാണ് ചെയ്യുക. അതിനിപ്പോ ഇത് തുമ്പ തൊണ്ട കുഴപ്പമില്ല. എത്ര കാലമായിട്ട് ഞാനൊരിത്തിരി പൈസ വയ്ക്കുന്നു.
ആരെങ്കിലും ഒന്നിങ്ങനെ കരഞ്ഞു കാണിച്ചാൽ പൈസ എടുത്ത് കൊടുക്കാൻ. എടാ ഞാൻ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാ. അപ്പൊ കണ്ണീര് കണ്ടാൽ എനിക്ക് വിഷമോ. നിന്റെ അമ്മയ്ക്ക് വീട്ടിലുണ്ടാ ഞാൻ പൈസ തന്നില്ലടാ ഞാൻ. നീ എന്നാ ഓർക്കുന്നു? അതുകൊണ്ട് മാമന് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മറ്റേ ഇല്ല ഇങ്ങനെ കൈയാട്ടുന്ന പ്രതിമ വയ്ക്കുന്ന പോലെ ഇവിടെ നിൽക്കാൻ പുള്ളിക്ക് പറ്റാത്തോണ്ട് പോയതാ വെയിൽ കൊള്ളാൻ പറ്റും. അപ്പൊ ഞാൻ എല്ലാവർക്കും സഹായിക്കുന്നവനെ. ഇതെന്താ അറിയാം, ഞാൻ ഇവന്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാത്തെന്ന് വെച്ചാ ഇതുപോലെ ഒരുത്തന്റെ വിഷമക്കഥ കേട്ട് അവസാനം അത് ഞാൻ സിനിമയാക്കേണ്ടി വന്നു ഞാൻ. എന്നിട്ട് എത്ര കോടി രൂപ എന്റെ പോയെന്നറിയാം. അതുകൊണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഥ കേൾക്കാത്തെ. മനസ്സിലായോ? അവൻ കാണുന്നില്ലല്ലോ മുതലാളി. പിടിച്ചു വെട്ടിക്കാതെ കാലെ മൂത്രം വീഴുന്നു. പെട്ടെന്ന് പോയോ ഇത്? വരുവാ. ആ വരുന്നു വരട്ടെ. സാറേ ഇതിങ്ങനെ പിടിച്ച ഇതങ്ങ് അഴിച്ചാൽ മതിയായിരുന്നു. പൈസ കിട്ടിയല്ലോ. ഞാനെന്താ അത്രമേലോട്ട് ചിന്തിച്ചുമില്ല. ഈ ഒരൊറ്റ സാധനത്തിന് ഇപ്പൊ ആ കയറുമായിട്ട് അവിടെ അതിന് വേണ്ടി പോയതാ ഞാൻ. കാര്യം ചെയ്യും, അതങ്ങ് മാറ്റി. അപ്പൊ ഞാൻ എന്നാ എന്തായാലും ഒരു സ്വയം തൊഴിൽ ചെയ്യാം. തീർച്ചയായിട്ടും സാറേ. ഞാൻ എനിക്കെന്തോ പറയണമെന്ന് ഒരു വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ദൈവത്തെ പോലെ കാണുന്നേ. ആണോ? ഞാൻ വീട്ടിലൊരു ഫോട്ടോ വെച്ചോട്ടെ. അയ്യോ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കരുത്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ തീർന്നതായിരിക്കും. അല്ല, ജെമിനിന്ന് എടുക്കരുത്. അത് ഷേപ്പ് മാറിപ്പോവും. ആണോ? ജെമിനിന്നുള്ളതല്ല, അല്ലാത്ത ഒരു ഫോട്ടോ. അല്ലാത്ത ഒരു ഫോട്ടോ. അതെ, ഒരു ഒന്ന് കൈകാര്യം ചെയ്യണേ. എന്തുവാ? അല്ല, അതിന്റെ പൈസ ഞാൻ കൊടുക്കും. അല്ല, നീ ഫോട്ടോയുടെ പൈസ ഞാൻ കൊടുക്കും. ഫോട്ടോ ഉടനെ എത്തിച്ചു കൊടുക്കണം വീട്ടിൽ. കാരണം എന്റെ പൈസ ആവശ്യം പോലെ ഇരിക്കല്ലടാ. വിളക്ക് ഞാൻ കത്തിച്ചോളാം. ഓക്കെ, ഞാനെന്നാ പോയി എന്തെങ്കിലും ഒരെണ്ണം കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തിന്. അതേ ഉള്ളു ഇനി എന്റെ പരിപാടി. അതാ പ്രാർത്ഥനയാണ് ഇനി. അത്രയും വിചാരിച്ചാൽ ദൈവമേ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. അവനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മേഡം ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മേഡം പറഞ്ഞാൽ അത് ഇടഭക്തി പറഞ്ഞങ്ങ് തീർക്കും. പിന്നല്ല അതാണോ പറഞ്ഞേ? പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തർക്കുത്തരം പറയാനല്ല പറഞ്ഞു. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാടാ. രൂപ 3 ലക്ഷം പോയത്. 3 ലക്ഷം പോയെന്ന് പറഞ്ഞു. അത് നാളെ ഉണ്ടാകും. നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം തരുമല്ലേ തിരിച്ച്. അങ്ങനെയാണോ ചെയ്യുന്നത്? ഇത് ശരിയല്ല കേട്ടോ. ആര് പറഞ്ഞു ശരിയല്ല? മോളുടെ തകർച്ചയുടെ തുടക്കമാണിത്. ഒരു തകർച്ചയല്ല. ഞാൻ കൊടുത്തെന്നും പറഞ്ഞു ഒരുത്തരും തരത്തില്ല. ഉള്ളവൻ കൊടുക്കടാ. കൊടുത്താലേ ദൈവം തരത്തുള്ളൂ. എന്റെ മൂത്രത്തി കല്ലിന് ഒരു ഇത്തിരി പൈസ ഞാൻ കടഞ്ഞു വെച്ചായിരുന്നു. മൂത്രത്തി പല്ലിന് പൈസ കടം ചോദിച്ചത് ഞാൻ ഈ കല്ല് വാടകയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നു. മൂത്രത്തെ കല്ല് പോകാൻ വേണ്ടിട്ട് ഡോക്ടറിനെ പോകാൻ വേണ്ടി പൈസ ചോദിച്ചില്ലായിരുന്നു. എന്നിട്ട് തന്നായിരുന്നോ? എന്തായാലും തരുന്നത് എനിക്ക് മൂത്രത്തെ കല്ലിന് പൈസ. ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പോവാ. നീ പിരിഞ്ഞൊന്നും പോണ്ട. നീ ഇവിടെ നിനക്കും ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ തരും. ഏടാ ഇതാരടാ ഇത്? ഇത് ഇവിടെ ഓരോരോ വഴിപാണി പോകട്ടെ ആൾക്കാരല്ലേടാ. ഞാൻ ആലോചിക്കുന്നു. ഏടാ മറ്റവനാടാ അത്. എടാ അവനാന്നത്. ഇത് കറക്റ്റ് ആണോ ഇരിക്കുന്നത്? അയ്യോ അല്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോ അതാ കുഴപ്പം. ഞാൻ സഹായിക്കാലോ. പിന്നെ എനിക്ക് അവിടെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റേ. ഇവിടെ ഞാൻ സഹായിച്ചോളാം. മതിയോ? ഇവിടെ ഞാൻ സഹായിച്ചോളാം. എന്തുവാ സംരംഭം? ഞാന് സാർ പൈസയില്ലയോ? ഞാൻ ആ പൈസ കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ഈ വഴിയിൽ ഈ കച്ചവടത്തിലിട്ട് ഇതുപോലെ ഞാൻ ഇങ്ങ് വാങ്ങിച്ചു. പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിച്ചു. കണ്ടോ നാളത്തേക്ക് വെച്ചില്ല. കാരണം വെച്ചാൽ ഇത് മറിഞ്ഞു പോയാൽ അവന് നഷ്ടം വരും. അപ്പൊ അങ്ങനെ വേണം ചെറുപ്പക്കാര്. അങ്ങനെ വേണം ചെറുപ്പക്കാര്. അതാണ് അതുകൊണ്ട് സാർ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. കണ്ടോ നിന്റെ അമ്മയുടെ വീട്ടിലൂടെ കട എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചോടാ. എടാ ചെറുപ്പക്കാരനെ സഹായിച്ചോ. അവൻ എന്നെ കൊണ്ട് ഉദ്ഘാടനം. അതാണ് നന്ദി എന്ന് പറയുന്നത്. അങ്ങനെ വേണം. എനിക്ക് ഞാൻ ചെയ്യും. അതിനാ ഞാൻ ഇവിടെ വരെ ഈ കോട്ടലിന് മുമ്പേ വരെ കൊണ്ടുവന്ന്. ആണോ? മനസ്സിലായില്ലേ? എന്റെ കുഞ്ഞ് എല്ലാ ഐശ്വര്യവും എന്റെ കുഞ്ഞിനും കൊടുക്കണം. അപ്പൊ നല്ല രീതിയിൽ വരണം. ഒരു മായവും കളത്തരവും കാണിക്കാൻ പാടില്ല. ചതിക്കാൻ പാടില്ല. ചതിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ വിജയം നന്നായിട്ട് വരും കേട്ടോ. ഞാൻ ഇതിനെ പിടിച്ചാൽ കേറി. ഞാൻ അത് മതി കേട്ടോ. എവിടാന്ന് വെച്ചാ പോയി ജീവിക്കണേ. പെട്ടെന്ന് പുള്ളിയല്ലേ നമ്മൾ പറയേണ്ട രീതി പറയണം. പിന്നെ ബാക്കി ഇതിന്റെ ബാക്കി കണക്കും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടേ തട്ട വെക്കുന്നുണ്ടല്ലോ ഇവിടെ. അതെന്തിനാ അതല്ലേ ഉരുണ്ട് പോകത്തില്ലയോ? അങ്ങനെ എന്തിനാന്നറിയാമോ? പെട്ടെന്ന് ഉരുണ്ട് പോയാലേ പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളു. കൈ നിന്നില്ലെങ്കിലേ അതായിരിക്കും. കഴിയുമ്പോ അങ്ങെടുക്കും. സെറ്റായി. അപ്പം സ്വയം പ്രയത്നം കൊണ്ടും സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ടും സാർ തന്ന പൈസ കൊണ്ട് ഞാനൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. പിന്നെ വെടിക്കെട്ട് ചായ തരും. അവിടുത്തെ പോലെ 60 രൂപ ഒന്നുമല്ല, 20 രൂപയുള്ള ചായ. സൂപ്പർ ചായ. അത് അവിടെ അടിക്കുന്ന അതേ പാല നമ്മൾ ഉപയോഗിക്കുന്നത്. അതേ പഞ്ചസാര, അതേ തേയില. പക്ഷെ പൈസ 20 രൂപ മാത്രം. അപ്പം എല്ലാവരും പറഞ്ഞാൽ ചായ കുടിക്കാം കേട്ടോ. എല്ലാവരും സഹകരണം ഉണ്ടാകണം. എല്ലാവരും സഹകരണം. അല്ലാതെ ഇവിടുത്തെ കൂട്ടുള്ള ചായ ഒന്നുമല്ല. അല്ല, സൂപ്പർ ചായ നമ്മൾ കൊടുക്കും. ഇതല്ല കോമഡി അല്ലേ? അതല്ലേ എന്തോ അല്ല തമാശ അടിക്കുന്നതല്ലേ അങ്ങനത്തെ? ഏത് ഇപ്പൊ ഇതിന്റെ ഒരു പരിപാടി അല്ല എന്റെ ഇത്. അതിനെന്തോ എന്താ പറ്റി? അല്ല പൈസ. അതുകൊണ്ടാണല്ലോ ഇവിടെ കൊണ്ട് വെച്ചത്. അതൊക്കെ ഞാൻ അതിന് തന്നു. പക്ഷെ അപ്പൊ ഇത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചാൽ അങ്ങനെ നിങ്ങളെന്റെ പൈസ ഞാൻ ഇവിടെ കച്ചവടം തുടക്കണ്ടേ? അല്ലല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പൈസ തന്നു. നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ ചെയ്യാം. അപ്പൊ അത് എന്റെ നെഞ്ചത്ത് തന്നെ എന്തിനാന്നുള്ളതാണ് എന്റെ ഒരു. നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളല്ലേ എന്നെ സഹായിച്ചത്. അപ്പൊ പിന്നെ ഇത് ഇവിടെ വേണ്ടേ വെക്കാൻ? അതിപ്പോ ഞാൻ പിടിച്ചെടുക്കുന്ന മുതലൊന്നും അല്ലല്ലോ ഇവിടെ വെക്കാൻ. വേറെ എവിടെല്ലാം വെക്കാം. പക്ഷെ എനിക്കതൊരു മനസ്സിനൊരു
ഒരു വിഷമം പോലെ. എന്താണെന്നറിയാമോ ബാ, അതായത് ഞാൻ ആർത്തു നിങ്ങൾ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു, കാര്യം ശരി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തള്ളിക്കൊണ്ട് അപ്പുറത്തെങ്ങാനും പോവെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് എന്നെ തലക്ക് വെളിവില്ലയോ? ഞാൻ അങ്ങനെ പോവോ? എന്നെ സഹായിച്ചാളല്ലയോ? എന്നെ സഹായിച്ചാളല്ലയോ? ആ സാറല്ലേ പൈസ തന്നേ? അതെ. സാറിന്റെ ഹോട്ടലല്ലേ? നമ്മളിവിടെ ഇതൊക്കെ തന്നെയല്ലേ കച്ചവടം ചെയ്യുന്നേ? ചെയ്തോ. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ആ സാധനം തന്നെ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോഴേ നമ്മുടെ കച്ചവടം നിങ്ങൾ ചുമ്മാ ഇത് റോഡാണ്, റോഡ് പൊതുവഴി, ഇത് സ്റ്റേറ്റ് ഹൈവേ. എന്തോ ഈ സുഹൃത്തെ എനിക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ ജീവിച്ചോടാ, പക്ഷെ എന്റെ സാധനം എടുത്ത് മാറ്റാം. പിന്നെ തൊടാനൊക്കെ ഇതാ തൊട്ടാ അഭിതം മാറും. കാര്യമൊക്കെ ശരിയാ, അത് നടക്കുന്നില്ല പരിപാടിയല്ല. ഞാൻ നിന്നെ സഹായിച്ചവനാ. ഞാൻ അതിനെന്തോ കുഴപ്പം, സഹായിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഞാനിത് കൊണ്ട് ജീവിക്കും. എന്റെ തള്ളേന്റെ വണ്ടിയെ തൊട്ടാൽ കൊന്നുകളെ ഞാൻ പറഞ്ഞ കേട്ടോ. എനിക്ക് എപ്പോഴൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നെ വണ്ടിയെ കയറി കളിക്കുന്നത്. അതല്ലേ എനിക്ക് അവനാ എനിക്കൊരു ജീവിത മാർഗം പറഞ്ഞു തന്നത്. അവനാ എനിക്കൊരു പിന്നെ കച്ചവടം നടക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്തോ വേണ്ടി പോണ്ടോ? എന്തോ വേണ്ടേ? ചായ വെള്ളം കുടിക്കണോ? ചായ വെള്ളം കുടിക്കണോ? പോണ്ട, ബിസ്ക്കറ്റ് എന്തെങ്കിലും. ബോംബെ തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്തുണ്ടാക്കിയ സ്ഥാപനമാടാ. ഇല്ല ഇല്ല ഇല്ല, എടുക്കത്തില്ല. നീ ഒറ്റ കാരണല്ല ഇത്ര പ്രശ്നം. ഇതാ ഒരു കാര്യം പറഞ്ഞ മുതലാളി, വെറുതെ വേലിയിരുന്ന് പാമ്പിനെടുത്ത് കോട്ടയത്ത് ഞാനല്ലടാ കൊണ്ടുവച്ചേ, നീ ആയിട്ട് എന്നെ കൊണ്ട് വെപ്പിച്ചതാണ്. നേരെ കമന്റ്സിലേക്ക് പോവാം അല്ലേ? ഓൾറൈറ്റ്, നസീർക്ക. ശ്യാം, ഹരി, രാജേഷ്, ശ്യാമിന്റെ മേലാഴിയൊക്കെ മാറിയോ? കുഴപ്പമില്ല, ആയി വരുന്നതേ ഉള്ളല്ലേ? അത് സ്കിറ്റിലും കാണാറുണ്ട്. നിങ്ങൾ ഇത്രയും ഹൈപ്പുള്ള 3 പേരാണ് നിൽക്കുന്നത്, അതിനനുസരിച്ചുള്ള ഹാപ്പി ഇങ്ങോട്ട് കിട്ടിയില്ല. നിങ്ങൾക്കും തോന്നിയില്ല അത്? ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ല നിങ്ങൾക്കും? ചിരിയുടെ ഏരിയകൾ കുറയുന്ന പോലെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ല. അതിൻ്റെ മെയിൻ കാരണം ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പാളിച്ചകളാണ്. അടുത്ത പ്രാവശ്യം നന്നാക്കുക, നല്ല ഉഷാറായിട്ട് വെടിയും പുകയായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞോട്ട് നസീർക്ക് പറഞ്ഞ പോലെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. ഇനി ശ്യാമിന് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. അതുപോലെ തന്നെ ക്ലൈമാക്സിന് ഒരു പഞ്ച് ഇല്ലായ്മയും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിക്കേണ്ട, അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ ചെറിയൊരു പിഴവ് കൊണ്ടായിരിക്കണം അങ്ങനെ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി, നോ പ്രോബ്ലം. അത് ആക്കിയാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളാക്കും. അപ്പോൾ എന്തായാലും ഈ നിരാശയൊക്കെ മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ശ്യാം, ഹരി, രേഷ്, നിങ്ങൾ 3 പേരെയും ഓരോരുത്തരായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാൻ വാക്കുകളുണ്ടല്ലോ. അത്രയും ഗംഭീര പെർഫോമൻസ് ഉള്ള 3 ആർട്ടിസ്റ്റാണ്. ഹരിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇവരുടെ ഈ ബാച്ചിൽ. ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ. ഈ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് 3 പേരുടെയും പെർഫോമൻസ് ആയിട്ട് കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ആ സ്ക്രിപ്റ്റിൽ ഈ പറയുന്ന അത്രത്തോളം ഹ്യൂമറിലേക്കുള്ള ഒരു ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഈ പറയുന്ന ഞാനൊക്കെ വന്ന ഉടനെ ആദ്യം ചോദിക്കും ശ്യാമുണ്ടോ എന്നൊക്കെ. ഞാൻ ആദ്യം തന്നെ ചോദിക്കും. ഓൾറെഡി ചിരി സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പം ചിരിപ്പിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അതിലേക്ക് എത്താതാകുമ്പോഴുണ്ടാകുന്നൊരു കുറവ്, വല്ലാത്തൊരു കുറവാണ്. അത് നമുക്ക് ഈ സ്കിറ്റിൻ്റെ ആ ഒരു ബലമില്ലായ്മ, വെലി കിടന്ന പാമ്പിനെ എടുത്ത്, അതാണ് സ്കിറ്റിൻ്റെ ഒരു പ്രധാന വശം. ഒരു നടക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള സംഭവിക്കുന്ന ഒട്ടകത്തിനിടം കൊടുത്ത പോലെ എന്ന് പറയുന്ന പോലെ സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ആ വിഷയം മാത്രം ഓക്കെയാണ്, പെർഫോമൻസും ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഹ്യൂമർ കിട്ടിയില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താങ്ക് യു ഷാജി ചേട്ടാ. ചേട്ടാ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിറ്റിന് എത്ര മാർക്ക് കൊടുക്കാം? ചേട്ടൻ തുടങ്ങിക്കോളൂ. ഞാനൊരു 8,000. 8,000. ബിജുകുട്ടൻ ചേട്ടനോ? ഞാനൊരു 6,000 രൂപ. 6,000. അപ്പോൾ 14,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. നസീർക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ 30,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. ശ്യാം ചേട്ടാ, കുഴപ്പമില്ല, ഹെൽത്ത് റെഡിയാക്കുക, അടുത്ത തവണ വന്നിട്ട് പഞ്ചടിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഒരുപാടധികം കലാകാരന്മാർ വന്ന് ഇപ്പൊ അവരൊക്കെ വൈറൽ സൂപ്പർ സ്റ്റാർസ് ആണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലാതെ സ്റ്റേജസിൽ നിന്നും ഒക്കെ ഒരുപാടധികം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇന്നും അതേപോലെ വളരെ അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരിയാണ് നമ്മളെ കാണാൻ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കലാകാരി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? നല്ലൊരു കൈയടി കൊടുക്ക്. ലെറ്റ്സ് വെൽക്കം സിയ ഓൺ ടു ദ ഫ്ലോർ.
ദം ദം തരത്തര ദം ദം തരത്തര ദം ദം തരത്തര ദം ദം തരത്തര ദം ദം തരത്തര. ഹലോ സിയ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. താങ്ക് യു മീനാക്ഷി ചേച്ചി. ആദ്യം സിയയുടെ ഉള്ള ഒരു സിംഗറിന് ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. സിയ എവിടെ നിന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂര് പുതുക്കാട് ചെങ്ങാലൂർ. ഓക്കെ, എന്ത് ചെയ്യുന്നു സിയ? ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഒരു കൊല്ലം മുൻപ് വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. Okay. വിദ്യാധൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ്റെ മെന്റൽ സ്റ്റാഫായിട്ട്. പാരാമെഡിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വന്നത്, ഒരു 10 years ബാക്ക്. അതിനുശേഷം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പാരാമെഡിക്കൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പാട്ടുപാടുന്ന ഡോക്ടർ എന്നായിരുന്നു പല വേദിയിലും പറയുന്ന പോലെ എനിക്ക് ആഗ്രഹം. ഞാൻ ആക്ച്വലി വിളിക്കുമ്പോൾ ഡോക്ടർ സിയ എന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു വിളിക്കാനായിട്ട്, അല്ലേ? ആയിട്ടില്ല. അതിനുശേഷം പിന്നെ മ്യൂസിക് കണ്ടിന്യൂ ചെയ്തത് മോഹൻ സിതാര സാറിന്റെ അക്കാദമിയിലെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ മ്യൂസിക് 4 വർഷം കംപ്ലീറ്റ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമുക്കപ്പോൾ ആദ്യത്തെ പാട്ട് കേൾക്കാം, അല്ലേ? അതെ. ഓൾറൈറ്റ്. ഏത് സോങ് ആണ് സിയ ആദ്യം പാടാൻ പോകുന്നത്? സ്വതന്ത്രം എന്ന ചിത്രത്തിലെ അച്ചിൻകരയോരത്ത് ചേച്ചി പാടിയ അടിപൊളി പാട്ട്, തകർത്തോ. അയ്യോ എന്ത് രസമായിരുന്നല്ലേ ആ ഒരു പാട്ടിന്റെ ഒരു സ്വീറ്റ്നെസ്. അത് അതുപോലെ തന്നെ സിയയുടെ ഒരു വോയിസിലുണ്ട്. ഒരിക്കൽ കൂടി നല്ലൊരു കിടിലൻ കൈഡി നമുക്ക് കൊടുക്കാം. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സിയ, ഇപ്പൊ ഇത്ര മധുരമായിട്ടൊക്കെ പാട്ട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നടന്നിരുന്ന ആളല്ലേ? അതെ. അപ്പൊ പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു?
എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. പാരാമെഡിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടായി. 4ാമത്തെ നിലയിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു മുൻപ് ഞാൻ സൈക്കിളിൽ വീണിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രാക്ചർ ആണെന്ന് വിചാരിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കും. ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് വീട്ടിൽ വരും. സാധാരണ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ആവശ്യത മാത്രം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ കൈ കൊണ്ട് താങ്ങിയാണ് ഒരു കാലെടുത്ത് വെക്കലുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓർത്തോനെ കാണിച്ചപ്പോൾ പെയിൻ കില്ലർ മാത്രം തന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ കാണാണ് ഞാനിങ്ങനെ നടന്നു. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് മോളെന്താ പറയാനേ ചോദിച്ചു. അങ്ങനെ ഡോക്ടർ അബ്ദുൾ മജീദ് അദ്ദേഹം പറഞ്ഞു ഒരു മസിൽ ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ തൊടയുടെ അവിടെ നിന്ന് ഒരു മസിൽ ബയോപ്സി ചെയ്തു. അങ്ങനെയാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞൊരു അവസ്ഥ. അത് ജനറ്റിക് ആണ്, പക്ഷെ വീട്ടിലോ ആർക്കും ജനറ്റിക് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ മസിലായിട്ട് വീക്ക്നെസ് വന്നപ്പോൾ ഇത് ആ ഡോക്ടർ പറഞ്ഞ കാര്യം അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞു. വിത്തിൻ 2 years മസിലെല്ലാം ശോഷിക്കും. ലങ്സ് ഉൾപ്പെടെ റെസ്പിറേറ്ററി എല്ലാ അവയവങ്ങളും ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ചുരുങ്ങി പോവും, ബെഡ്രിഡൻ. അതായത് അവരെ കണ്ടറിയാം മസ്കുലർ ഡിസ്ട്രോഫിക്കാരെ എല്ലിച്ച് വളരെയധികം മസിൽ വീക്ക്നെസ് ആവുന്നു പറയും. 1 വർഷം ഞാൻ ഡിപ്രഷൻ ആയിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡെസ്റ്റിനി നമ്മളല്ലേ മാറ്റേണ്ടത്. അപ്പോ മ്യൂസിക് ആയിരുന്നു എന്റെ പാഷൻ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഈ പെയിൻ കില്ലർ എന്ന് പറഞ്ഞല്ലോ, ആദ്യമേ ഇത് വേറൊരു അവശതയാണെന്നുള്ള സെറ്റപ്പിലല്ല കണ്ടത്. അപ്പൊ നേരത്തെ ഇത് കണ്ടിരുന്നെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമായിരുന്നോ? ഇല്ല, ഇത് ജനറ്റിക് ഇഷ്യൂസ് ആണ്. ചിലവർക്ക് മാറും, പക്ഷെ മുൻപേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി കൊണ്ടോ നമ്മുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വീക്ക്നെസ് നിർത്താമായിരുന്നു, തടയാമായിരുന്നു. പക്ഷെ നമ്മൾ വൈകിപ്പോയി. അതാണ് ഞാൻ ചോദിച്ചത്. വീൽ ചെയറിലായിട്ട് ഒരു 3 വർഷം ആണ് പുറത്തേക്ക് പോകുമ്പോൾ. വീട്ടിൽ അത്യാവശ്യത്തിന് പിടിച്ചു നടക്കും എൻ്റെ കാര്യങ്ങൾക്ക്. പക്ഷേ അത് അറിയുമ്പോഴത്തേനും ഇപ്പോൾ 1 വർഷം മുൻപാണ് എൻ്റെ ഫ്രണ്ട്സ് ഇതെല്ലാം അറിഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരാണ് എൻ്റെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എൻ്റെ കൂടെ പഠിച്ച, എനിക്ക് ഈ പേര് പറയണമെന്നുണ്ട്, നവീൻ, അതുപോലെ ആന്റണി, സിൻഡോ, സിജോ, അരുൺ പോൾ, മിന്ന, അന്ന പോൾസൺ, അങ്ങനെ കുറേ പേര്. ആക്ച്വലി ഇതിന്റെ സിംറ്റംസ് എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ? സിംറ്റംസ് ആദ്യം താഴത്തുനിന്ന് ഇരുന്ന് എണീക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഡാൻസ്, പാട്ട്, എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് കാര്യമാക്കി എടുത്തില്ല. പിന്നീട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായി. സ്റ്റെപ്പ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. പിന്നെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കാല് മടങ്ങി വീഴുക. ഇതൊക്കെയാണ്. വെയിറ്റ് എടുക്കാൻ നടക്കാൻ പറ്റാത്ത രീതിയിലല്ലേ? സൈക്കിളിൽ നിന്ന് വീണ അവിടെ ആണോ? അല്ല, അത് ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ വീണിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അതുകൊണ്ടായിരിക്കും. നമുക്ക് അന്ന് ഇത്രയധികം ഇന്റർനെറ്റോ കാര്യങ്ങളോ അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുകൊണ്ട് തന്നെയാണ്. തുടക്കത്തിൽ ഇതിന് പെയിൻ ഉണ്ടായിരുന്നു? നന്നായിട്ട് പെയിൻ അല്ല, പക്ഷെ കുറെ നേരം ക്ഷീണിക്കാം, പെട്ടെന്ന് ഫാറ്റിക് ആവുന്ന അവസ്ഥ. ഇത് മാറുന്ന അസുഖമാണ് ആക്ച്വലി. ഇത് മാറിയ ആയുർവേദത്തില് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിർമ്മലാനന്ദഗിരി സ്വാമിജിയുടെ മെഡിസിൻ കഴിച്ചിട്ട് മാറിയവരുണ്ട്. പക്ഷെ കുറച്ച് നാളധികം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇത്രയും ഒരു മനോഹരമായ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ ആ ഒരു ഇരിക്കുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഒരുപക്ഷെ നാളെ ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാവുമ്പോൾ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. സാരല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം പലർക്കും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് ഡോക്ടർ വിധി എഴുതിയതാണല്ലോ, ചുരുങ്ങി പോവും. പക്ഷെ പിന്നീട് ഞാൻ പ്രാണായാമ, യോഗ, എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്, ബ്രീത്തിങ് എക്സസൈസ്. അതാണ് ഈ റെസ്പിറേറ്ററിക്ക് ഹെൽപ്പ് ചെയ്യുന്ന. ഇത് നേരത്തെ പറയണ്ടേ, റെസ്പിറേറ്ററി മസിൽസിനെയും എഫക്ട് ചെയ്യും. അല്ല സിയ, നമ്മ നേരത്തെ ഒരു 3-4 പേരുടെ കൂട്ടുകാരന്മാരുടെ പേര് പറഞ്ഞില്ലേ? ഇപ്പം ഞങ്ങൾ കണ്ട്, ഇവിടെ ഇരിക്കുന്നവർ കണ്ട്, ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ട്. അപ്പം അവരൊരു പ്രാർത്ഥന ഉണ്ടാവും. അത് തന്നെയല്ല, ആരെങ്കിലും ഒരു ഡോക്ടറിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ എന്തായാലും സീന അന്വേഷിച്ച് വരും, ഉറപ്പാണത്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലോറിൽ വരാനായിട്ട് വളരെ കൊതിച്ചിരുന്നതാണ്. ഒരു ഡ്രീം ഫ്ലോർ ആണ്. എന്നാലും ഒരു പരിധി വരെയും ഈ സംഗീതം ഒരു ആശ്വാസമായി അല്ലേ? ഒരു പരിധിയല്ല, ഒരു 90% ഒരു പാട്ട്, ഒരു അതെന്താ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി വേറൊരു ലോകത്തേക്ക്, വേറൊരു ചിന്തയിലേക്കൊക്കെ പോകാനുള്ള ഒരു വഴിയായി. അതെ. ഇപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം, ഗംഭീരമായിട്ട്. ഏത് സോങ് ആണ് സിയ അടുത്തത്? കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ മേഘരാഗം. ബിജുക്കുട്ടൻ ചേട്ടൻ അസാധ്യമായിട്ട് പാടുന്നൊരു സിംഗറാണ്. എനിക്ക് കുറച്ച് പേടിയുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. ഇന്ന് അവൻ സാധകം ചെയ്തിട്ടില്ല, വെള്ളപ്പൊക്കം ആയതുകൊണ്ട്, ഒഴുക്കുള്ളത് കൊണ്ട് സാധകം ചെയ്യാൻ പറ്റിയില്ല ആറ്റിലൊക്കെ.
വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുരു കുരു തുളപ്രാവേ ഇളവയിൽ മണിവളയണിയണത്തിന വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുരു കുരു തുളപ്രാവേ മരതകമണി ഇനിയും ഇനിയും ഇതുക വരുകയാണോ കനക കസവു ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പവിഴച്ചുണ്ടിലെ മൊഴിമഴ 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 മേഘരാജം നെറുകിൽ തൊട്ടു മേലേ നിൽക്കു വാനം പുതിയൊരു മലരിതൾ വിരിയണ ദിവസമിതറിയില്ലേ കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയേണം പുതിയൊരു മലരിതൾ വിരിയണ ദിവസമിതറിയില്ലേ കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയേണം കുറുകുഴലുകൾ കുരവത്തി നില ചെറുനിറ പറവേണം കൊതിച്ചു കൊതിച്ചിങ്ങടുത്തുവാ കളിച്ചു ചിരിച്ചു രസിച്ചുവാ പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പുലർ മനസ്സിലെ കണിമഴ 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 മേഘരാജം നെറുകിൽ തൊട്ടു മേലേ നിൽപ്പു വാനം 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 ദൂരെ മിഴിയും നട്ടുപു പോൽ നിൽപ്പു യാമം മേഘരാഗം നെറുകിൽ തൊട്ടു മേലേ നിൽപ്പു വാനം 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 ദൂരെയെങ്ങോ മിഴിയും നട്ടുപു പോൽ നിൽപ്പു യാമം സൂപ്പർ. സൂപ്പർ. സിയ ഇങ്ങനെ ക്ലാസിക്കൽ സോങ്സ് ആണോ ഇഷ്ടം? ഇങ്ങനെ അത്യാവശ്യം അല്ലേ സംഗതികളൊക്കെ ഉള്ള പാട്ടാണോ സിയക്ക് പാടാനായിട്ട് ഇഷ്ടം? വളരെ ഡിഫിക്കൽട്ടാണ് ഈ പാട്ട്. അതെ അതെ അതെ. അല്ല റെസ്പിറേറ്ററി ഇങ്ങനെ ഈ പ്രോബ്ലം വന്നതുകൊണ്ട് എനിക്കൊരു ചാലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നതാണ്. അത്രയും സ്റ്റൈലില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും. അത്രയും അനുഭവിച്ചു വന്ന ഒരാൾക്ക് അതെ. ഈ പറയുന്ന രീതിയിൽ ഒരു മ്യൂസിക് എടുക്കുന്ന എല്ലാം റിസ്ക് ഉള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ആ ഒരു ധൈര്യമാണ് ആക്ച്വലി. അല്ല ഇവിടെ ഇതുവരെ പാടിയിട്ടില്ല ഈ പാട്ടല്ലേ? പാടിയിട്ടില്ല. സാധാരണ സിംഗേഴ്സ് പാടാനായിട്ട് ഒന്നും മടിക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ടൊക്കെ അല്ലേ? ആലോചിച്ചിട്ട് ഇത് പാടാൻ തുടങ്ങുള്ളൂ. കറക്റ്റ്. അല്ല 21 വയസ്സിനല്ല എന്ന് ഇങ്ങനെ അതിന് മുമ്പ് വേദികളിൽ പാടുകയോ കോളേജിൽ പാടുകയോ അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് കളിക്കുമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവല്, സ്റ്റേറ്റ് കലോത്സവം, ജില്ലാ കലോത്സവത്തിന് എല്ലാത്തിനും പോവായിരുന്നു. സംസ്കൃതോത്സവം, തിരുവാതിരക്കളി. അമ്മ തിരുവാതിരക്കളി ടീച്ചറാണ്, ഡാൻസ് ചെയ്യും. അമ്മയാണ് ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നത് 3 വയസ്സുള്ളപ്പോ. അച്ഛൻ പാടും, അമ്മ പാടും, അനിയൻ BA മ്യൂസിക് കാലം. അപ്പോ കലാകാരാണ്. ഡാൻസ് ചെയ്യുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. ഇനി എല്ലാം ചെയ്യാൻ പറ്റും. ഒന്നേന്ന് തുടങ്ങി. ഈ ഫിസിയോതെറാപ്പി ചെയ്ത് വരുമ്പോ നമുക്ക് ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ സിയ ഈ ഒരു കണ്ടീഷൻ? 2015 ബെഡ് റിഡൺ ആവും എന്ന് പറഞ്ഞ ഒരാള് അന്ന് വരെ ഫിസിയോതെറാപ്പി ഇല്ലാതിരുന്നിട്ടും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരു നാളെ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള ഒരുപാട് പേര് ഇത് കാണുമ്പോൾ ഇതിനെതിരെ ആയിരിക്കും. കാരണം മെഡിക്കൽ എത്തിക്സിനെതിരാണ്. കാരണം മസ്കുലർ ഡിസ്ട്രോഫി ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ മാറണം, നമുക്കത് മാറ്റി കാണിച്ചു കൊടുക്കണം. അതെ, ആ ഒരു സ്പിരിറ്റോട് കൂടി അടുത്ത പാട്ട് അത്രേ ഉള്ളൂ.
ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ കൽപ്പത്തിലമരാൻ വാ. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ് പോൽ നെഞ്ചിലമരുന്നു മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു നീ ദേവശില്പമായുണരുന്നു ഇതൊരമരഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ കൽപ്പത്തിലമരാൻ വാ. അടിപൊളി സിയ, സൂപ്പർ ആയിരുന്നു. സിയ പാടിയാണെങ്കിലും മീനാക്ഷിയുടെ കയ്യിലായിരുന്നു സംഗതി മുഴുവൻ. അത് ഞാനിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആയിരുന്നു എന്റെ കോൺഫിഡൻസ്. നസീറക്ക, ഞാൻ നോക്കിയപ്പോ പാട്ടിന്റെ ഇടയിൽ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇക്ക വീട്ടില് വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങള് 4 പേരാണ്. ആരാ കൂടുതൽ വന്നേ? കൂട്ടത്തിൽ അച്ഛനും അമ്മയും അനിയനും വന്നിട്ടുണ്ട്. പിന്നെ ചെങ്ങാലൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഞങ്ങളെ. അപ്പോ ചെറുപ്പം മുതലേ ഞാൻ ഓടി ചാടി ഡാൻസ് ചെയ്ത് കളിച്ചു വളർന്നതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അന്ന് ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും എന്താ പറയുക, എൻ്റെ സ്വന്തം ചേച്ചി ലിനി ചേച്ചി ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള രാജുവേട്ടൻ എൻ്റെ സ്വന്തം ബ്രദറാണ്. പിന്നെ എൻ്റെ എല്ലാ പ്രോഗ്രാമിനും എന്നെ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ബ്രദർ തന്നെയാണ് ബാബു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്റെ സ്വന്തം മൂത്ത ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വിളിക്കാൻ തോന്നുന്നു. ഈ പഞ്ചായത്തായിട്ടാണ് സിയ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ സിയയുടെ കൂടെ വന്ന എല്ലാവരെയും ഒരു വലിയ കൈഡി കൊടുത്ത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സിയയുടെ കൂടെ വന്ന ആൾക്കാർ. ഇതില് പഞ്ചായത്ത് മെമ്പർ ഏതാ, അമ്മ ഏതാ, നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരണം സിയ. ആദ്യമായിട്ട് തന്നെ എൻ്റെ അമ്മ. ഹലോ അമ്മ. ഹലോ, എന്താ അമ്മയുടെ പേര്? എൻ്റെ പേര് അംബിക. അംബിക. അമ്മ നന്നായി പാട്ട് പാടുമെന്ന് സിയ പറഞ്ഞു. കുറേശ്ശെ. അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന് കാലുവേദന. അച്ഛൻ അവിടെ ഇരിക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് തോന്നുന്നു? വളരെയധികം അഭിമാനം തോന്നുന്നില്ലേ മകൾ ഇത്രയും വലിയൊരു വേദിയില് പാട്ടുപാടി? ഫ്ലവേഴ്സ് ഡേ ഫോറിൽ വരാൻ തന്നെ ഒരു നല്ലൊരു ഭാഗ്യം. മോൾക്ക് നല്ലൊരു സന്തോഷമായിരുന്നു ഇത് വരാനായിട്ട്. അല്ല, ആ ഗ്രാമത്തിൽ നിന്നും ലോകമെമ്പാടും അറിയാൻ പോവുകയാണ്. അതെ. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ പേര് ലിനി എന്നാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. ഇലക്ഷന് വോട്ട് ചോദിച്ചെന്നത് മുതലുള്ള ബന്ധമാണ് സിയായിട്ട്. അപ്പൊ ഞാൻ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് ഏറ്റെടുത്തേക്കാണ് സി. സാധാരണ വോട്ട് ചോദിക്കാൻ ചെല്ലണത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകാറില്ല. ഇത് കൂടെ തന്നെ ഉണ്ടല്ലേ? ഉറപ്പായിട്ടും നീ ഉണ്ടാവും, എന്നും ഉണ്ടാവും. ആ നാട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടിന് ആ നാട്ടുകാർക്ക് ഒരു വലിയ കൈ. ചേച്ചി പറഞ്ഞത് സീമോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പൊ അന്ന് ഒരു ഫോൺ
ഫോൺ ചേച്ചിയാണ് വാങ്ങി തന്നത്. ചേച്ചി മുഖേന റിലിപ്സ് ചേട്ടൻ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം, സാധാരണ വാഗ്ദാനങ്ങൾ ജയിച്ചു കഴിഞ്ഞാലാണ് എല്ലാവരും തരിക. ചേച്ചി പറഞ്ഞത്, സിയമോളെ ചേച്ചി ജയിച്ചാലും തോറ്റാലും എന്നും ഇനി സിയമോളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. ചേട്ടാ പറയൂ, ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് രാജു. ഞാൻ പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. അപ്പൊ ലോൺ കൊടുക്കുക എല്ലാം ഉണ്ട്. CA ലോൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും CA അച്ഛനും അമ്മയായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. CA കുട്ടിയായിട്ടുള്ള CA അല്ല ഞങ്ങളുടെ CA കുട്ടിയാണ്. CA കുട്ടീനെ എന്നെ കൂടുതൽ പരിചയപ്പെടുത്തി തന്നത് ലിനി മെമ്പറാണ്. പിന്നീട് അവിടുന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ബന്ധമായിരുന്നു. എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എവിടെ വരെ CA കുട്ടീനെ എത്തിക്കാൻ പറ്റുമോ അവിടെ വരെ ഞങ്ങൾ ആ പഞ്ചായത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് തീർച്ചയായും CA കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മൾക്കൊരു വേദന തോന്നുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ CA കുട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പാട്ട് പാടി തരും. എന്തായാലും CA കുട്ടി ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങൾ തീർച്ചയായും കൂടെയുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം തന്നെ, അത് നേരത്തെ ചോദിച്ചു, രാജേട്ടന് കുറേ തിരക്കൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ CA കുട്ടി വേണ്ടി ഈ ദിവസം മാറ്റിവെക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ? സിയ, ഇത് ഞങ്ങളുടെ ബാബു ചേട്ടനാണ്. വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്, തൊട്ടയൽപ്പക്കാണ്. എന്നെ എല്ലായിടത്തേക്കും ഏതൊരു പ്രോഗ്രാമിന് വിളിച്ചാലും അത് തിരക്ക് മാറ്റി വെച്ച് വരും. ചേട്ടൻ വരും. ചേട്ടൻ ഞങ്ങളുടെ സാരഥി എന്നാണ് പറയാ, എന്നെ അറിയുന്ന എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിയയുടെ കൂടെ വന്നിട്ടുള്ളത്, സിയയുടെ സപ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ സിയയുടെ അമ്മ. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ സിയയ്ക്ക് കീഴടക്കാൻ സാധിക്കട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും വേദികൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ സിയ, ചില ആൾക്കാർ നമ്മുടെ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടായിരിക്കും അവർ വരിക, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരാളെ ഇന്ന് നമ്മൾ ശരിക്കും മീറ്റ് ചെയ്തു. സിയയുടെ ഉള്ളിൽ ആ ഉള്ളൊരു സംഗീതം പോലെ തന്നെ ശുദ്ധമാണ് സിയയുടെ ഒരു ആറ്റിറ്റ്യൂഡും. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് ചെറുതായിട്ട് ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ കിട്ടി എന്നുള്ളതാണ്. എൻ്റെ UKG, LKG, UP ക്ലാസ് മുതലുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിൻസി മിസ്, അതുപോലെ ജിജിമോൾ ടീച്ചർ, ജാൻസി ചേച്ചി. പിന്നെ ഓരോ വിഷയവുമായിട്ട് നമ്മൾ എത്തുമ്പോൾ ഒരിക്കലും കഥ കടക്കാതെ സ്വന്തം മോളെ പോലെ ചേർത്ത് നിർത്തിയ പപ്പൻ ചേട്ടൻ, ഇന്ദിരാൻറ്റി, അതുപോലെ ഞങ്ങളുടെ നാടിൻ്റെ മറ്റൊരു അഭിമാനം ഞങ്ങളുടെ വർക്കി ചേട്ടൻ. അപ്പോൾ അവരെല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കരുത്ത് തന്നെയാണ്. അച്ഛൻ, അമ്മ, പിന്നെ മാമന്മാര്, വെല്ലിഷൻ, അവർക്കൊന്നും ഇപ്പൊ വരാൻ പറ്റാത്തത് കൊണ്ടാണ്. വരുമ്പോ സിയ എല്ലാരും കൊണ്ടുവരണം. തീർച്ചയായിട്ടും. കഴിഞ്ഞ ഒരു വർഷം ഞാൻ വീണിട്ട് ഹോസ്പിറ്റലായിരുന്നു. അതിന്റെ ഫുള്ള് കാര്യങ്ങളും ഏറ്റെടുത്തത് P. ജയചന്ദ്രൻ ഫൗണ്ടേഷനാണ്, തൃപ്രയാർ. അവർക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് ഈ വേദിയിൽ. ഓക്കെ സിയ, അപ്പൊ എന്തായാലും ഇനി നമ്മുടെ ഫ്ലോറിൽ വരണം. ഇനി വരുമ്പോഴും നടന്നു കയറി വന്നൊരു പാട്ട് പാടിയിട്ട് പോകണം. പിന്നെ അല്ല. അപ്പം പരിചയപ്പെടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. അമ്മ, താങ്ക് യു. ഇനി വരണം കേട്ടോ സിയോടൊപ്പം. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് സിയ കുട്ടി. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ ഇന്നത്തെ ഒരു ഡബിൾ ധമാക്ക എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാരും ഒരുപാട് ചിരിച്ചു അല്ലേ? കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓഡിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരെയും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.